ഇല്ല, ആ കാര്യത്തിൽ രാഹുലിൻ്റെ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ ആവശ്യത്തിനനുസരിച്ചും പഴയകാല കീഴ്വഴക്കങ്ങളനുസരിച്ചും തീരുമാനങ്ങളും നടപടികളൊക്കെ എടുത്തു വരുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, ഇതുവരെ ചെയ്തിടത്തോളം ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, അതുപോലെ അങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തും? നമ്മുടെ നാട്ടിൽ മുൻ MLA-മാരെ കുറിച്ചൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, കേസ് വന്നിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടന്നിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഇപ്പോൾ നിയമസഭാംഗങ്ങളായി തുടരുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നിലവാരമല്ല ഞങ്ങൾക്കുള്ളത്, അത്ര ഒരു സംസ്കാരമല്ല UDF-നുള്ളത്. അതുകൊണ്ട് എന്ത് വേണം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അല്ല, അതിൻ്റെയൊക്കെ കാലമാവുന്നല്ലേ ഉള്ളൂ, തീരുമാനം വരും. അല്ല, കോൺഗ്രസ് തന്നെ തീരുമാനിച്ചു മെമ്പർഷിപ്പ് വേണ്ട, പിന്നെ ജനങ്ങളല്ലേ പിന്നെ MLA, വേറെ ആരും ഇല്ലല്ലോ അവിടെ. അപ്പോൾ കോൺഗ്രസിന് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സഹിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ ജനങ്ങൾ അദ്ദേഹത്തെ സഹിക്കണം എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് സജ്ജമാണ്, കോൺഗ്രസിന് കഴിയും, അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, അതിനെ പറ്റിയാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, അത് കോൺഗ്രസിൻ്റെ പാർട്ടി തക്ക സമയത്ത് അവരുടേതായ തീരുമാനങ്ങൾ ഓരോന്നായി എടുത്തുകൊണ്ടുവരികയാണ്. ശക്തമായ മാർക്സിസ്റ്റ് പാർട്ടി പോലും എടുത്തിട്ടില്ലാത്ത ഒരുപാട് MLA-മാരെ കുറിച്ചും ഒരുപാട് നേതാക്കന്മാരെ കുറിച്ചും ഇതിലും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും നടപടി എടുക്കാതിരുന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി നമ്മളെ കേരളത്തിൽ അനുഭവമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കാത്തിരിക്കാം. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ കോൺഗ്രസ് പാർട്ടി. അല്ല, അത് വരുമ്പോൾ നമുക്ക് നോക്കാം. സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് നമ്മളിപ്പോൾ എന്തിനാണ് ഉത്തരം പറയുന്നത്? അത് വരുമ്പോൾ നമുക്ക് കാണാം. ഓരോ ഘട്ടത്തിലും അതിനനുസരിച്ച് പ്രതികരിക്കാൻ UDF-നും കോൺഗ്രസിനും സാധിക്കും. ഇതുവരെ പറഞ്ഞ ഒരു സങ്കല്പമാണ്, ഇപ്പോൾ 2-3 സങ്കല്പം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. പുഴയിലെ വെള്ളം വറ്റി, അപ്പുറത്തെ നായയുടെ തുകല് പൊട്ടി, അത് ഇക്കരെ കടന്ന് എന്നെ കടിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് കിടക്കുന്നൊരു സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. വരുന്നത് സമയത്ത് അതിനെതിരെ പ്രതികരിക്കാൻ UDF സജ്ജമാണ്. അതിലൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ്.